നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ നടുക്കത്തിലാണ് കേരളം. ഇപ്പോഴും പ്രതിയായിട്ടുള്ള അഫാൻ പറഞ്ഞിട്ടുള്ള മൊഴികളൊന്നും തന്നെ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. ഇപ്പോൾ അഫാന്റെ പിതാവും നാട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ സ്ഥിതി കൂടി, അദ്ദേഹത്തിന്റെ മാനസിക നില കൂടി പരിഗണിച്ച് അദ്ദേഹത്തെ കൂടി വിശദമായി ഒന്ന് ചോദ്യം ചെയ്താൽ മാത്രമാണ് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ പോലീസിന് വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ഒരു സംഭവ സ്ഥലത്ത് നമ്മൾ മലയാളി വാർത്തയടക്കം എല്ലാ ദിവസവും അവിടെ പോയിട്ട് അവിടെ നിന്നുള്ള വാർത്തകൾ ശേഖരിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന അഫാന്റെ ബന്ധു കൂടിയായിട്ടുള്ള 83 വയസ്സിട്ടുള്ള ഹബീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കിനി കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലടക്കം ആരെങ്കിലും എന്തെങ്കിലും ദുസ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന ദുരന്തത്തിന്റെ ഒരു സൂചനയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, എന്നാൽ അതിനെല്ലാം അവഗണിച്ചു വിടുന്നവരുണ്ട്. ഇപ്പോൾ ഈ ഒരു 83 വയസ്സുള്ള ഹബീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന അഫാന്റെ ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കൂട്ടക്കൊല നടക്കുന്നതിന് തലേ ദിവസം എന്തൊക്കെയോ ആപത്ത് അവരുടെ ബന്ധുക്കൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ദുസ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു. പക്ഷെ അത് ആർക്കാണ് എന്താണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ എന്തൊക്കെയോ പോലീസ് ജീപ്പ് വരുന്നു, ആരൊക്കെയോ ഓടിപ്പോകുന്നു, ആരൊക്കെയോ വണ്ടിയിൽ കയറ്റി പോകുന്നു എന്നുള്ളൊരു സ്വപ്നം ഈ കൂട്ടക്കൊല നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ വാക്കുകൾ, അവർ കണ്ണീരോട് കൂടിയിട്ടാണ്, അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്നറിയില്ല. ഇദ്ദേഹം തന്റെ ഭർത്താവ് ഇത്തരത്തിലൊരു സ്വപ്നം കണ്ടതായി തന്നോട് പ്രതികരിച്ചിരുന്നു. പക്ഷെ അത് തങ്ങൾക്ക് ഏറ്റവും അടുത്ത തങ്ങളുടെ വീട്ടിൽ വന്നു പോകാറുള്ള അവരുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നില്ല, അല്ലെങ്കിൽ അത് കരുതിയില്ല. ഇത് കേട്ടപ്പോൾ അവർക്ക് വളരെ നടുക്കമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും 83 വയസ്സുള്ള ഹബീബ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. സ്വപ്നം കണ്ടായിരുന്നു. രാത്രി 2:15 മണിയായി. അപ്പോഴേ കുറേ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരികയും കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ കൂടിയൊക്കെ നിന്നിട്ട് വണ്ടി ഇനി എന്നെ കയറ്റിയിട്ട് അങ്ങനെ ഞാൻ പാങ്ങോട്ട് ഓടി, ഞാനും പാങ്ങോട്ട് ചെന്ന് വണ്ടി കയറി കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയും വരികയൊക്കെ ചെയ്ത് അങ്ങനെ അപ്പം തന്നെ ഓണം 2:15 അങ്ങനെ ഭാര്യ വിളിച്ച് പറയും ഞാൻ സ്വപ്നം. അപ്പം നമുക്കൊരാൾ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ തോന്നിയ വിചാരിച്ച് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ല. പിറ്റന്ന് 4 മണിയായപ്പോഴാണ് 5 മണിയായപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. സ്വപ്നത്തിൽ വണ്ടികൾ മാത്രമേ കണ്ടുള്ളൂ. വണ്ടികൾ കുറേ ആൾക്കാർ കൂടി വണ്ടികൾ കണ്ട്. പിന്നെ എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ കൂടെ ഞാൻ പിന്നെ പാങ്ങോട് വരെ പോയി. ഇതെന്നാ സംഭവിക്കുന്നത്? ഈ സംഭവം നടന്നതിൻ്റെ തലേദിവസം 2:15 മണി രാത്രി. ഞാൻ സാധാരണ നല്ല സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട് ഞാൻ അപ്പോഴും തന്നെ എൻ്റെ ഭാര്യ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടാരെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയും. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ? അപ്പോൾ വേറെ പലതും കണ്ടിട്ടുണ്ട് സ്വപ്നങ്ങൾ. ഉപ്പയുടെ പേരെന്തുവാ? എൻ്റെ പേര് ഹബീബ് എന്ന്. എത്ര വയസ്സായി? എനിക്ക് 83 വയസ്സായി. ഈ മർഡർ, ഈ കൊലപാതകം നടന്ന അവരുമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങളുടെ ബന്ധുക്കളാണ്. എൻ്റെ കുട്ടിമാരുടെ മകളാണ് സൽമാൻ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റത്തെ വീട്ടിലാണ് ഞാൻ ഞങ്ങളുടെ കുടുംബമായിട്ട് താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ മക്കളെയൊക്കെ ഈ കുട്ടിയെ വളർത്തിയതൊക്കെ എൻ്റെ വീട്ടിൽ കിടന്നാണ് കൂട്ടിക്കൊണ്ടുവന്നൊക്കെ വളർത്തിയിട്ടുള്ളത്. അവർ കഷ്ടപ്പെട്ടാണ് കാര്യം പറ്റിട്ടില്ല. സൽമാൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വളർത്താൻ വേണ്ടി. ഈ കണ്ട ആൾക്കൂട്ടം എന്തായാലും ഒരു ദുരന്തത്തിന് വേണ്ടി കൂടിയവരാണെന്നാണ് അനുഭവം. അങ്ങനെയാണ് കണ്ടത്. അതായത് വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഓടിക്കുകയും. പക്ഷേ എനിക്ക് കയറാൻ പറ്റില്ല. വണ്ടി വിട്ട് ഇങ്ങോട്ടും പോയി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ വിട്ടു പോയി. അപ്പോൾ തന്നെ പിറ്റേന്ന് വൈകിട്ടായപ്പോൾ അതുപോലെ സംഭവിച്ചു. ഇതെപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്? ഞാൻ 5 മണി കഴിയും. എൻ്റെ മകൻ പുലിപ്പാറയാണ് താമസിക്കുന്നത്. മകൻ ഇത് എങ്ങനെയോ TV കൂടെ എൻ്റെ കൂടെ കണ്ടിട്ട് അവനെ വിളിച്ച് ചോദിച്ചു, പാപ്പ ഇന്നാരും മരിച്ചല്ല, നിങ്ങളറിഞ്ഞില്ലെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് നടക്കാൻ വയ്യത്തോണ്ട് പെട്ടെന്ന് നടന്ന് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ അവിടെ പോലീസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിട്ടില്ല. സന്ധ്യ ആയപ്പം വാർത്തകളൊക്കെ പലശം പറഞ്ഞു വന്നപ്പം ഈ ലത്തീഫ് എന്ന് പറഞ്ഞാലിൻ്റെ വീട് അതൊന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ ഈ താജെന്ന് പറഞ്ഞാലും വേറെ ആരാ ഇവിടെ ആ വീട് കാണിച്ചാലാന്നും പറഞ്ഞ് കൂടെ പോയിട്ടുണ്ട്. ഇപ്പോൾ 2-3 തലമുറയ്ക്ക് ഇപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ പുതിയതായിട്ട് വളർന്നു വരുന്ന ഈ പിള്ളേർക്ക് ഇപ്പം എന്ത് പറ്റുന്നു? പറ്റുന്നുണ്ട്. നമുക്കെങ്ങനെ പലരും പല സ്വഭാവക്കാരാണല്ലോ.
അല്ല, ഈ കുട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതല്ല, നല്ല സ്വഭാവമായിരുന്നു. ഈ അടുത്ത കാലം വരെ നല്ല സ്വഭാവമായിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ ഈ ഒരു വ്യത്യാസം വന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും? എന്തെങ്കിലും ചിലപ്പോൾ ലഹരിയുടെ ഉപയോഗവും വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിന് സാമ്പത്തിക പ്രശ്നമാണോ എന്തോ ഒന്നും അറിയാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ നേരത്തെ അറിയാം. ഈ പിതാവ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ? അതിനിപ്പം പള്ളിയിൽ വെച്ച് കണ്ട് സംസാരിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കെട്ടിപ്പിടിച്ച് കരഞ്ഞതേ ഉള്ളൂ, അല്ല വേറെ ഒന്നും സംസാരിക്കണമെങ്കിൽ കിട്ടിയില്ല. പിന്നെ ഇങ്ങോട്ട് വരാൻ മാമെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടിമാരെ മോന്മാരാണ് സൽമാൻ എന്ന് പറയുന്നത്. കാരണവരാണ് ഈ നിൽക്കുന്നത്. അതെ, എൻ്റെ കുടുംബത്തിനുണ്ടെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അവരുടെ കുടുംബത്തിൽ ഇപ്പം മരണപ്പെട്ടവരായിരുന്നു. അവരുടെ കുടുംബത്തിൽ 14 മക്കളുണ്ടായിരുന്നു അവർ. എൻ്റെ കുടുംബത്തിൽ ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. രാവിലെ പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കും. ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വണ്ടികളും ശരിക്കും ആൾക്കാർ അവിടെ നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ തൊട്ട് നമ്മളവിടെ താമസിച്ചിരുന്ന നല്ല അടുപ്പുണ്ട്. മതിനിയാണ് അവരുടെ കുട്ടിമാരെ മോളാണ്, സ്വന്തം കുട്ടിമാരെ മോളുമാർ തീരെ മോളാണ്. അപ്പം പൊടിയിൽ നമ്മളെ വീട്ടിലായിരുന്നു. നമ്മളെ വീട്ടിൽ അവിടെ താഴെ അപ്പം ഓടി നമ്മളെ വീട്ടിൽ വരും. എൻ്റെ മോളെ മക്കളോട് എപ്പോഴും കളിച്ച് നടക്കും. ഇപ്പം കുറേ വലുതായി +2 ഒക്കെ കഴിഞ്ഞറിയാൻ വേണ്ടി ഇവിടെ എങ്ങാണ്ട് വരണേ സ്കൂട്ടർ കൊണ്ട് ഇവിടെ ഒന്ന് അൽപ്പിത്താത്തയും അലിങ്കാക്കായി എന്ന് പറഞ്ഞ് മക്കളെ ചോദിച്ചു ഇവിടെ വരും. ഇപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് വരുമായിരുന്നു. അന്നൊന്നും നല്ല സ്വഭാവമുള്ള കൊച്ചാണ്. വലിയ പരിചയമില്ല. അവൻ പൊടിയില്ലേ, അവൻ അവിടെ പോയിട്ടാണ് പ്രസവിച്ചത്. അവനങ്ങ് പോയത്. അതുകൊണ്ട് അവനെ കണ്ട് അറിയാവുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അത്രയ്ക്ക് അറിഞ്ഞൂടാ. അവസാനം ഇതിലെ പോകുന്നതും വരുന്നതൊക്കെ സാധാരണ കാണാറുണ്ടോ? അവസാനം അധിക സമയങ്ങളിൽ ഉമ്മൂമാരുടെ അടുത്ത് വരുന്ന ഒരു കുട്ടിയായിരുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിലേ വരൂലല്ല, അതിലെയാണ് അവൻ പറഞ്ഞങ്ങ് പോണത്. പിന്നെ വല്ലപ്പോഴും ഇങ്ങോട്ട് കാണാൻ പോകുമ്പോൾ ഇവിടെ കാണാൻ നിൽക്കുന്നത് കാണണമെങ്കിൽ അവൻ അവിടെ വണ്ടി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വരികയും ചെയ്യണം. ഇവിടെ അങ്ങനെ കയറൂല അവൻ. സംസാരിക്കായിരുന്നോ? കാണപ്പെടുന്നുണ്ട്, സംസാരിക്കും.